കേരളത്തിലും ഇന്ത്യയിലും ഇരുന്ന് ഹമാസ് അനുകൂല പോസ്റ്റുകൾ ഇടുന്നതുപോലെ UAE-യിൽ ഇരുന്ന് അത്ര വേഗം ഇടാമെന്ന് കരുതിയത് ചീറ്റിപ്പോയി. ഇന്ത്യക്കാരെ തൂക്കി അകത്തിട്ട് UAE. എന്തായാലും ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇട്ടത് ഇറാൻ അനുകൂല പോസ്റ്റുകളാണ്. മറ്റൊരു രാജ്യത്തിരുന്ന് സ്വന്തം രാജ്യത്തിരുന്ന് കുത്തിക്കുറിക്കുന്ന ലാഘവത്തോടെ വ്യാജ വാർത്തകളും പോസ്റ്റും ഇട്ടവരാണ് ഇപ്പോൾ കുടുങ്ങിയത്. 25 പേരെ UAE ഭരണകൂടം അറസ്റ്റ് ചെയ്തതിൽ ഇന്ത്യക്കാർ ഉൾപ്പെടെ വിവിധ രാജ്യക്കാർ ഉണ്ട് എന്നാണ് സൂചന. ഗൾഫ് രാജ്യങ്ങളെക്കുറിച്ച് കൈവെള്ളയിലെ രേഖകൾ പോലെ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് വ്യവസായ പ്രമുഖനായ യൂസഫ് അലി. അദ്ദേഹം ദിവസങ്ങൾക്ക് മുൻപ് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ അഴിച്ചുവിടരുത്, മലയാളികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് തന്നെയാണ് അദ്ദേഹം ചോദിച്ചത്. അത് ദോഷം ചെയ്യുമെന്നും ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി നാട്ടിലുള്ളവരെ ഭയപ്പെടാതിരിക്കുക, അങ്ങനെയൊന്നും ഗൾഫിലില്ല. മലയാള മാധ്യമങ്ങൾ വളരെ ആക്രമണാത്മകമാണ് എന്ന അഭിപ്രായങ്ങൾ ഉയർന്നു. എന്തുകൊണ്ട് അവർ മാത്രം ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അദ്ദേഹം ചോദിച്ചു. ആവശ്യമില്ലാത്ത ഗോസിപ്പുകൾ, അഭ്യൂഹങ്ങൾ, AI സൃഷ്ടികൾ പ്രചരിപ്പിക്കുകയാണ്. GCC നമുക്ക് അന്നം തരുന്ന രാജ്യങ്ങളാണ്, ഈ രാജ്യങ്ങൾക്ക് ഒന്നും സംഭവിക്കരുതെന്ന് പ്രാർത്ഥിക്കണം എന്നായിരുന്നു അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത്. എന്നാൽ ഇറാൻ അനുകൂല പോസ്റ്റുകളും പച്ചക്കളവും പ്രചരിപ്പിച്ചതിനാണ് ഇപ്പോൾ കുടുംബം വിറ്റുകൊണ്ടുപോയി പിഴയടച്ചാലും ഊരിപ്പോകാൻ പറ്റാത്ത ഗുരുതരമായ അവസ്ഥയിലേക്ക് വിവിധ രാജ്യങ്ങളിലുള്ള 25 പേർ എത്തപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ഇന്ത്യക്കാരുമുണ്ട്. കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഇരുന്ന് നമുക്ക് ഇന്ത്യക്കാരെ കുറിച്ച് പറയാം. കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഇരുന്ന് വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്നത് പോലെ ചെയ്യാമെന്ന് കരുതി, പക്ഷേ സംഗതി കയ്യിൽ നിന്ന് പോയി. കർമ്മ ന്യൂസ് യുദ്ധ വാർത്തകൾ നൽകുമ്പോൾ വളരെ ഇതിനു മുൻപ് നടന്ന യുദ്ധങ്ങളിലും എല്ലാ യുദ്ധ രംഗത്തെ വാർത്തകളും വളരെ അപ്ഡേറ്റഡ് ആയിട്ട് കൊടുക്കുന്ന ഒരു ചാനലാണ് ഞങ്ങൾ കർമ്മ ന്യൂസ്. അതിന് താഴെ വന്ന് നുണ പറയുന്നു, വ്യാജ വാർത്ത പടച്ചുവിടുന്നു, ഈ ചാനൽ പൂട്ടിക്കണം എന്നൊക്കെ പറയുന്ന മുസ്ലിം പ്രൊഫൈലുകളുണ്ട്. കർമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം പറയട്ടെ, ഞങ്ങൾക്ക് വാർത്താ ഏജൻസികളുമായി ടൈപ്പുണ്ട്. യുദ്ധ വാർത്തകൾ വളരെയധികം അപ്ഡേറ്റഡ് ആയിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഇന്ന് തന്നെ അതിരാവിലെ മണിക്കൂറുകൾക്ക് മുൻപ് നടന്ന എയർപോർട്ട് സ്ഫോടന വാർത്തകൾ വരെ ഞങ്ങൾ സംപ്രേഷണം ചെയ്തിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഇറാൻ അനുകൂല വാർത്തകൾ പടച്ച മുസ്ലിം പ്രൊഫൈലുകൾ ഇപ്പോൾ പണി ഇരന്ന് വാങ്ങിയിരിക്കുകയാണ്. 25 ലക്ഷത്തോളം പിഴ അടച്ച് തല ഊരണമെങ്കിൽ സമ്പാദ്യത്തിന്റെ നല്ലൊരു ശതമാനം കെട്ടിവെക്കേണ്ടി വരും. ഇനി അതിൽ പിരിയിളകി ബ്രോച്ചേമാർ ഇറങ്ങുമോ ഇവരെയൊക്കെ രക്ഷിക്കാനെന്നും കണ്ടറിയണം. UAE-യുടെ വ്യോമാതിർത്തിയിൽ മിസൈലുകൾ വ്യോമമാർഗം തടയുന്നതിന്റെ യഥാർത്ഥ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തിയതായി ചുവന്ന പതാക ധരിച്ച 10 വ്യക്തികൾ ഉൾപ്പെടുന്ന ആദ്യ സംഘത്തിൽ ആരോപിക്കപ്പെട്ടു. 5 ഇന്ത്യക്കാർ, ഒരു പാകിസ്ഥാനി പൗരൻ, 2 ഫിലിപ്പീനോകൾ, ഒരു ഈജിപ്ഷ്യൻ, ഒരു നേപ്പാളി പൗരൻ എന്നിവർക്കാണ് കുറ്റം ചുമത്തിയിരുന്നത്. 5 ഇന്ത്യക്കാരും നേപ്പാൾ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോ വ്യക്തിയും അടങ്ങുന്ന രണ്ടാമത്തെ സംഘത്തിനെതിരെ AI നിർമ്മിച്ച വ്യാജ ഉള്ളടക്കം പ്രസിദ്ധീകരിച്ചതിന് കുറ്റം ചുമത്തി. രാജ്യത്തിന് പുറത്തു നിന്നുള്ള സംഭവങ്ങളുടെ ദൃശ്യങ്ങൾ ആംപ്ലിഫൈ ചെയ്തതിനും UAE-യിൽ നടന്ന സംഭവങ്ങൾ തെറ്റായി സൂചിപ്പിച്ചതിനും ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. എമിറേറ്റ്സിന്റെ റിപ്പോർട്ടുകളിൽ ഉദ്ധരിച്ച ഒരു പ്രസ്താവന പ്രകാരം 5 ഇന്ത്യക്കാരും ഒരു പാകിസ്ഥാനിയും അടങ്ങുന്ന മൂന്നാമത്തെയും അവസാനത്തെയും സംഘം ശത്രുതാപരമായ ഒരു രാജ്യത്തെയും അതിന്റെ നേതൃത്വത്തെയും മഹത്വപ്പെടുത്താൻ ശ്രമിക്കുന്ന ഉള്ളടക്കം പ്രചരിപ്പിച്ചതായി ആരോപിക്കപ്പെട്ടിരിക്കുന്നു. ഈ വ്യക്തികൾ നേരിടുന്ന കുറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇവർക്ക് കുറഞ്ഞത് 1 വർഷത്തേക്ക് തടവും 1 ലക്ഷം ദിർഹത്തിൽ കുറയാത്ത പിഴയും ലഭിക്കുമെന്ന റിപ്പോർട്ടുണ്ട്. സോഷ്യൽ മീഡിയ നിയന്ത്രണങ്ങൾക്കിടെ UAE-യുടെ ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകൾ പശ്ചിമേഷ്യൻ രാജ്യത്തെ അധികാരികൾ അവരുടെ ഔദ്യോഗിക ചാനലുകൾ വഴി ആവർത്തിച്ച് മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. ഡ്രോൺ, മിസൈൽ ആക്രമണങ്ങളുടെ ആഘാതത്തിൽ ചിത്രീകരണ സ്ഥലങ്ങൾ ഒഴിവാക്കണമെന്ന് താമസക്കാരെ ഉപദേശിക്കുന്നു. 35 പേരുടെ പുതിയ അറസ്റ്റ് മുൻകാല ആശങ്കകളുടെ ഒരു പരമ്പരയ്ക്ക് ആക്കം കൂട്ടുന്നു. കൂടാതെ സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ ഓൺലൈനിൽ പ്രചരിപ്പിച്ചതിന് പുറമെ വ്യോമ ആക്രമണങ്ങളുടെ യഥാർത്ഥ ദൃശ്യങ്ങൾ പങ്കിട്ടതായി കരുതുന്ന ചില വ്യക്തികളും ഇതിലുണ്ട്. 2026 ഫെബ്രുവരിയിൽ UAE നടപ്പിലാക്കിയ ഒരു നിയമമുണ്ട്. ഇതനുസരിച്ച് പരസ്യദാതാക്കളും ഉള്ളടക്ക സൃഷ്ടാക്കളും നിർബന്ധമായും ഒരു അഡ്വർടൈസർ പെർമിറ്റ്, അതായത് ഇൻഫ്ലുവൻസർ മീഡിയ പെർമിറ്റ് നേടിയിരിക്കണം. മാത്രമല്ല സൃഷ്ടാക്കൾ ഒരു കൊമേഴ്സ്യൽ ട്രേഡ് ലൈസൻസും നേടിയിരിക്കണം. കൂടാതെ UAE-യിലെ ആദ്യ പണിമുടക്കുകളെ തുടർന്ന് മുൻകാല തീപിടുത്തങ്ങളുടെ പഴയ വീഡിയോകളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കിടുന്നതിനെതിരെ ദുബായ് അധികൃതർ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അവ കൃത്യമല്ലാത്തതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ് എന്ന് ഞങ്ങൾ സ്ഥിരീകരിക്കുന്നു. ഫെബ്രുവരി അവസാനം ദുബായ് മീഡിയ ഓഫീസ് പറഞ്ഞു, അജ്ഞാത ഉറവിടങ്ങളിൽ നിന്നുള്ള കിംവദന്തികളോ വിവരങ്ങളോ സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിക്കരുത് എന്ന് UAE പബ്ലിക് പ്രോസിക്യൂഷൻ താമസക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയതാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.